യേശുവിന്റെ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് മതബോധനത്തിൻ്റെ പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. ആഘോഷമായിട്ട് നമ്മളെ ബലിയർപ്പിച്ച് ദീപം തെളിയിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു വർഷത്തെ അവരുടെ മതബോധന പരിശീലനവും എല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ധാർമ്മിക മൂല്യങ്ങളിൽ വളർത്താനായിട്ടുള്ള പരിശ്രമമാണ് ഈ ഒരു വർഷം നമ്മൾ പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുത്ത് പരിശ്രമിച്ച് മുന്നോട്ട് നമ്മൾ പോവുക. ധാർമ്മിക മൂല്യങ്ങൾക്ക് ഒത്തിരിയേറെ അപജയങ്ങൾ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ ധാർമ്മിക മൂല്യങ്ങളിൽ ഉറപ്പിച്ച് വളർത്താനായിട്ട് മതാധ്യാപകരുടെയും മാതാപിതാക്കന്മാരുടെയും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമം ഒത്തിരിയേറെ ആവശ്യമാണ്. നമുക്ക് ഈ ബലിയിൽ അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്വത്തോടുകൂടെ നമ്മുടെ മക്കളെ ദൈവത്തിനും രാജ്യത്തിനും ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ദീപം തെളിയിച്ച് പുതിയ മതബോധന വർഷം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഭവ്യ സിസ്റ്ററെയും പ്രൊഫഷണൽ സിസ്റ്ററെയും ഹെഡ് മാസ്റ്ററെയും കുട്ടികളുടെ പ്രതിനിധിയായിട്ട് ഈ വർഷം ഏറ്റവും ആദ്യമായിട്ട് മതബോധനത്തിൽ പേര് തന്ന എയറോൺ പോളിനെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പ്രതിനിധിയായിട്ട് കഴിഞ്ഞ വർഷ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും വചനം എഴുതിയിട്ട് സമ്മാനാർഹയായിട്ടുള്ള അൽന ജോൺസന്റെ श्री हमारा बलिदा प्रीति भोज प्रभु भोज महा कर संबंध ईश्वर से आप लोगों की आज्ञा से प्यारे
परम ईश्वर की महिमा ईश्वर की महिमा परम धाम में ईश्वर की महिमा സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കഴിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. Lift up your voices and sing aloud. Let us all sing His praise. Bless the Lord, eternal. Holy Lord of all, Holy Mighty One, Holy Immortal One, have mercy on us, have mercy on us. Holy Lord of all, Holy Mighty One, Holy Immortal One, have mercy on us, have mercy on us. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. First reading. A reading from the book of Deuteronomy, chapter 4, verses 32 to 40. For ask now about former ages, long before your own, ever since the day that the God created human beings on the earth. As from one end of heaven to the other, has anything so great as this ever happened, or has its like ever been heard of? Has any people ever heard the voice of a God speaking out of a fire, as you have heard and lived? Or has any God ever attempted to go and take a nation for himself from the midst of another nation, by trials, by signs and wonders, by war?
by a mighty hand and an outstretched arm, and by terrifying displays of power, as the Lord your God did for you in Egypt before your very eyes. God did for you in Egypt is God. There is no other besides him. From heaven he made you hear his voice to discipline you. On earth he showed you his great fire while you heard his words coming out of the fire. And because he loved you, your ancestors, and he chose their descendants after them, he brought you out of Egypt with his own presence by his great power, driving out before you nations greater and mightier than yourselves, to bring you in giving you their land for a possession as it is still today. So acknowledge today and take to heart that the Lord is God in heaven, above and on the earth beneath. There is no other. Keep his statutes and his commandments, which I am commanding you today, for your own well-being and that of your descendants after you, so that you may long remain in the land that the Lord your God is giving you for all time. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമായി പകലുകൾ പകലുകളോടവിരതമവിരത്തെ പുകളുര ചെയ്യുന്നു നിത്യപിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Second reading, a reading from the letter. We do not want you to be unaware, brothers and sisters, of affliction we experienced in Asia, for we were so utterly, unbearably crushed that we despaired of life itself. Indeed, we felt that we had received the sentence of death. So again, as you also join in helping us by your prayers, so that many will give thanks on our behalf for the blessing granted us through the prayers of many. Indeed, this is our boast, the testimony of our conscience. We have behaved in the world with frankness and godly sincerity, but not by earthly wisdom, but by the grace of God, and all the more towards you. We do not write you nothing other than
what you can read and also understand. I hope you will understand until the end, as you have already understood us in part, that on the day of the Lord Jesus, we are your host, even as you are our host.